Good morning to you all. Today we are doing conditional clauses or if clauses. What are conditional clauses? Conditional clauses are those clauses which express conditions. വ്യവസ്ഥകളെ കാണിക്കുന്ന ക്ലോസുകളാണ് കണ്ടീഷണൽ ക്ലോസുകൾ. വ്യവസ്ഥകളെ കാണിക്കുന്ന ക്ലോസുകൾ. അപ്രകാരമുള്ള സെൻറ്റൻസിൽ രണ്ട് ക്ലോസുകളുണ്ടാകും. ഒരു കണ്ടീഷണൽ ക്ലോസും ഒരു മെയിൻ ക്ലോസും. ആ കണ്ടീഷണൽ ക്ലോസിനെ കണ്ടീഷനെ കാണിക്കുന്ന ക്ലോസ്, ദി ക്ലോസ് വിച്ച് ഷോസ് ദി കണ്ടീഷൻ ഈസ് കോൾഡ് ഇഫ് ക്ലോസ്. കണ്ടീഷനെ കാണിക്കുന്ന ക്ലോസിനെ വിളിക്കുന്ന പേരാണ് ഇഫ് ക്ലോസ്. ആൻഡ് മെയിൻ ക്ലോസ് ഈസ് സംതിങ് വിച്ച് ഷോസ് ദി റിസൾട്ട്. ഫലത്തെ കാണിക്കുന്ന ഇഫ് ക്ലോസിലെ കാര്യം പാലിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, വാട്ട് വിൽ ഹാപ്പൻ, അല്ലെങ്കിൽ വാട്ട് വിൽ ബി ദി എഫക്റ്റ് ഓർ റിസൾട്ട്, ഫലം എന്താണ് എന്ന് പറയുന്ന ക്ലോസാണ് മെയിൻ ക്ലോസ്. അപ്പോൾ സെൻറ്റൻസിൽ രണ്ട് തരം ക്ലോസുകളുണ്ട്. ഒന്ന് കണ്ടീഷനെ കാണിക്കുന്ന കണ്ടീഷണൽ ക്ലോസ്, ആൻഡ് കണ്ടീഷണൽ ക്ലോസ് ഈസ് റെപ്രസെൻറ്റഡ് വിത്ത് ഇഫ് ഉപയോഗിച്ചാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ആൻഡ് ദർ ഈസ് മെയിൻ ക്ലോസ് വിച്ച് ഷോസ് ദി റിസൾട്ട്. റിസൾട്ടിനെ കാണിക്കുന്ന ക്ലോസ് മെയിൻ ക്ലോസ്. ഇതിൽ സാധാരണ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ക്ലോസ് വരും, മറ്റേ ക്ലോസ് നമ്മൾ എഴുതണം. നമ്മുടെ മനോധർമ്മം ഉപയോഗിച്ച് ഫ്രം അവർ ഇമാജിനേഷൻ വി ഷുഡ് റൈറ്റ് എ സെൻസിബിൾ ക്ലോസ്. ഏത് ക്ലോസ് ആണോ തരുന്നത് മറ്റേ ക്ലോസ് നമ്മൾ എഴുതണം. ചിലപ്പോൾ ഇഫ് ക്ലോസ് തരികയാണെങ്കിൽ മെയിൻ ക്ലോസ് എഴുതണം, മെയിൻ ക്ലോസ് തരികയാണെന്നുണ്ടെങ്കിൽ ഇഫ് ക്ലോസ് എഴുതണം. അപ്പോൾ അങ്ങനെ വ്യക്തമായി എഴുതണമെന്നുണ്ടെങ്കിൽ രണ്ട് ക്ലോസുകളും എങ്ങനെയാണ് വരുന്നത്, എപ്രകാരമുള്ള കണ്ടീഷൻ ക്ലോസസ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വി മസ്റ്റ് ഹാവ് എ ഡീപ്പ് നോളജ്. അതിനെക്കുറിച്ച് ആഴത്തിലൊരു അറിവുണ്ടെങ്കിലേ നമുക്ക് ഈ ഫില്ലപ്പ് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഒരു ക്ലോസ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിനുള്ളിൽ വി ക്യാൻ ആഡ് ദി മിസ്സിങ് ക്ലോസ്, മിസ് ചെയ്യുന്ന ക്ലോസ് ആഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ ക്ലോസസ് ആർ ഓഫ് മെയിൻലി 4 types. The conditional clauses are of mainly or chiefly or importantly 4 types. One is open condition or likely condition or probable condition. Second one, unlikely condition or improbable condition. Third one, imaginary condition. Fourth one, impossible condition or unreal condition. Thus there are 4 kinds of conditional clauses. One is open condition or likely condition or probable condition. Second one is unlikely condition or improbable condition. Third one is imaginary condition. And the fourth one is impossible condition or unreal condition. Now let us go straight to the first one, open condition. Open condition or likely എന്ന് പറഞ്ഞാൽ പ്രോബബിൾ, സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് പ്രോബബിൾ കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്, സാധ്യതയുള്ള കണ്ടീഷൻ. ഇപ്പോൾ 2 ക്ലോസ് ഉണ്ടെന്ന് അറിയാം. ഏതിലായാലും 2 ക്ലോസുകളുണ്ട്. അതിലെ ആദ്യത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും ആകാം, മെയിൻ ക്ലോസ് ആകാം, അല്ലെന്നുണ്ടെങ്കിൽ കണ്ടീഷനെ കാണിക്കുന്ന ക്ലോസ് ആകാം. അതിൽ സാധാരണ ഇതിൽ കൂടുതലും വരുന്നത് കണ്ടീഷനെ കാണിക്കുന്ന ഇഫ് ക്ലോസ് ആണ് ആദ്യം വരുന്നത്. സോ ദർ ഈസ് ഇഫ് ക്ലോസ് ആൻഡ് ദി മെയിൻ ക്ലോസ്. ദി ഇഫ് ക്ലോസ് ഷോസ് ദി കണ്ടീഷൻ ആൻഡ് ദി മെയിൻ ക്ലോസ് ഷോസ് ദി റിസൾട്ട്. ഇഫ് ക്ലോസ് ഷോസ് ദി കണ്ടീഷൻ ആൻഡ് ദി മെയിൻ ക്ലോസ് ഷോസ് ദി റിസൾട്ട്. According to open condition or probable condition or likely condition, the if clause is in present tense. ഏതെങ്കിലും ഒരു പ്രസൻറ്റ് ടെൻസിലായിരിക്കും ഇഫ് ക്ലോസ്. സിമ്പിൾ പ്രസൻറ്റ് തന്നെ ആകണമെന്നല്ല, ഏതെങ്കിലും ഒരു പ്രസൻറ്റ് ടെൻസ് മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹൗ വിൽ ബി ദ മെയിൻ ക്ലോസ്? മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷാൽ ഓർ മേ ഓർ ക്യാൻ, വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ മസ്റ്റ് ബി യൂസ്ഡ് വിത്ത് ദി വെർബ് ഇൻ ദി മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസിൽ വെർബിൻ്റെ മുമ്പിൽ, വെർബിൻ്റെ കൂടെ വില്ലോ ഷാലോ ക്യാനോ മേയോ ഉപയോഗിക്കണം, വില്ലോ ഷാലോ ക്യാനോ മേയോ ഉപയോഗിക്കണം. നമുക്കൊരു ഇഫ് ക്ലോസ് എന്നിട്ട് മെയിൻ ക്ലോസ് എഴുതാൻ പറയുന്നു. നമുക്ക് കിട്ടുന്ന ഇഫ് ക്ലോസ് നമ്മൾ നോക്കുമ്പോൾ പ്രസൻറ്റ് ടെൻസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ മനസ്സിലാക്കണം, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ക്ലിയർലി. ഇനി എഴുതേണ്ട മെയിൻ ക്ലോസിൽ വെർബിൻ്റെ മുമ്പിലായിട്ട് ഒന്നുകിൽ വില്ല് അല്ലെങ്കിൽ ഷാൽ അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കിയാൽ മതി.
സാധ്യതയുള്ളതാണ്. ഓപ്പൺ കണ്ടീഷൻ ഷോസ് എ പോസിബിൾ കണ്ടീഷൻ ഓർ എ പ്രോബബിൾ കണ്ടീഷൻ. സാധ്യതയുള്ള കണ്ടീഷനെയാണ് ഈ ആദ്യത്തെ ലൈക്ക്ലി കണ്ടീഷൻ അല്ലെങ്കിൽ പ്രോബബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ ഓപ്പൺ കണ്ടീഷൻ കാണിക്കുന്നത്. ഒരു എക്സാമ്പിൾ, നിങ്ങൾ കഠിനമായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ ഇഫ് യു വർക്ക് ഹാർഡ്, മെയിൻ ക്ലോസ്, യു വിൽ പാസ് ദി എക്സാമിനേഷൻ എന്ന് പറയാം, യു വിൽ സക്സീഡ് ഇൻ ലൈഫ് എന്ന് പറയാം. എന്തായാലും വിൽ അല്ലെങ്കിൽ യു ക്യാൻ ഉപയോഗിക്കാം. യു ക്യാൻ പാസ് ദി എക്സാമിനേഷൻ, യു ക്യാൻ സക്സീഡ് ഇൻ ലൈഫ് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ മനോധർമ്മം ഉപയോഗിച്ച് ഏതായാലും വില്ലായാലും ക്യാൻ ആയാലും ഇറ്റ് ഈസ് ബോത്ത് ആർ കറക്റ്റ് ദയർ. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെയിൻ ക്ലാസ് ഏരിയയാണ്. യു വിൽ പാസ് ദി എക്സാമിനേഷൻ തരുന്നു. ഇഫ് ക്ലോസ് എഴുതേണ്ടത് യു വിൽ പാസ് ദി എക്സാമിനേഷൻ ഇഫ്. അപ്പോൾ വില്ല് കാണുമ്പോഴേ, വെർബിൻ്റെ കൂടെ വില്ല് കാണുമ്പോഴേ മനസ്സിലാക്കാൻ ഇത് പ്രോബബിൾ അല്ലെങ്കിൽ ലൈക്ക്ലി അല്ലെങ്കിൽ ഓപ്പൺ കണ്ടീഷനാണ്. അപ്പോൾ ഇഫ് ക്ലോസ് പ്രസൻറ്റൻസിലായിരിക്കണം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയപ്പോഴേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്ത്? ഇഫ് കഴിഞ്ഞിട്ട് യു വർക്ക് ഹാർഡ്. കൂടുതലായിട്ടും വരുന്നത് ഈ സിമ്പിൾ പ്രസൻറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ചാൽ മതിയാകും. സിമ്പിൾ പ്രസൻറ്റ് ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ചാൽ മതിയാകും. ദെൻ ഇഫ് ഹി കംസ് ടു മീ, അവൻ എൻ്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ മെയിൻ ക്ലോസ് എഴുതണം. ഇഫ് ഹി കംസ് ടു മീ എന്ന് പറയുന്ന ഒട്ട മോഡൽ ഫ്രം ദി ഫസ്റ്റ് സൈറ്റ് ഇറ്റ് സെൽഫ് വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് സിമ്പിൾ പ്രസൻറ്റ്. സോ ഇറ്റ് ഈസ് ലൈക്ക്ലി കണ്ടീഷൻ. പ്രസൻറ്റൻസ് ആയതുകൊണ്ട് ലൈക്ക്ലി കണ്ടീഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം മെയിൻ ക്ലാസ്സിൽ വെർബിനോടൊപ്പം വില്ലോ ഷാലോ ക്യാനോ മേയോ ഉപയോഗിക്കേണ്ടത്. അവൻ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ അവനെ ഞാൻ കൊല്ലും, അവനെ അടിക്കും, അങ്ങനെയുള്ള ഇൻസെൻസിബിളായിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതരുത്. നമ്മൾ വി ഷുഡ് റൈറ്റ് സെൻസിബിൾ ഐഡിയാസ്. ഞാൻ അവനെ സഹായിക്കും. ഐ ഷാൽ ഹെൽപ്പ് ഹിം മതി. അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനേഷൻ ആണെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് പഠിച്ചതുപോലെ ഐ വിൽ ഹെൽപ്പ് ഹിം അല്ലെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് ഹിം മതി. അങ്ങനെ ഉപയോഗിച്ചാൽ മതി. അനദർ വൺ, ഇഫ് യു റൈറ്റ് ദി എക്സാമിനേഷൻ വെൽ, ഇഫ് ക്ലോസ് ആണ്, മെയിൻ ക്ലാസ് എഴുതണം. യു വിൽ സ്കോർ എ വെരി ഹൈ മാർക്സ് ഇൻ ദി എക്സാമിനേഷൻ എന്ന് പറയാൻ പറ്റുമല്ലോ. ഇഫ് യുവർ ഫാദർ സീസ് യു ഇൻ ദിസ് പ്രസൻറ്റ് കണ്ടീഷൻ, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുടെ ഫാദർ നിങ്ങളെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹം നിങ്ങളെ ശകാരിക്കുമെന്ന് പറയാമല്ലോ. ഹീ വിൽ സ്കോൾഡ് യു. ചിലപ്പോൾ ഹീ വിൽ സ്കോൾഡ് യു എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇഫ് ക്ലോസ് എന്ത് വേണമെങ്കിലും അത് സെൻസിബിളായിട്ട് ഇഫ് യുവർ ഫാദർ സീസ് യു എന്നോ അല്ലെങ്കിൽ വേറെ ഇഫ് യുവർ മദർ സീസ് യു എന്നോ ഇഫ് ഹീ സീസ് യു എന്നൊക്കെ നമ്മൾ എഴുതാം. ഇഫ് ഹീ നോട്ടീസസ് യു എന്നൊക്കെ എഴുതാം. അങ്ങനെ സെൻസിബിളായിട്ട് എഴുതണം. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ആ ഒരു പോയിൻ്റ് ഇതാണ്. ഓപ്പൺ കണ്ടീഷൻ അല്ലെങ്കിൽ ലൈക്ക്ലി കണ്ടീഷനിൽ ഇഫ് ക്ലോസ് എപ്പോഴും പ്രസൻറ്റൻസിലായിരിക്കും. മെയിൻ ക്ലോസിൽ വെർബിൻ്റെ മുമ്പിലായിട്ട് വെർബിൻ്റെ കൂടെ വില്ലോ ഷാലോ ക്യാനോ മേയോ ഉപയോഗിക്കണം. So this much about open condition. Then the second type of condition, that is unlikely condition. സാധ്യതയില്ലാത്ത കണ്ടീഷൻ or improbable condition. സാധ്യതയില്ലാത്ത കണ്ടീഷൻ. അത് സാധ്യതയില്ലാത്ത കണ്ടീഷൻ. അങ്ങനെയുള്ള ഇംപ്രോബബിൾ കണ്ടീഷനിൽ ദി ഇഫ് ക്ലോസ് വിൽ ബി ഇൻ പാസ്റ്റ് ടെൻസ്. ദി ഇഫ് ക്ലോസ് കണ്ടീഷനെ കാണിക്കുന്ന, വ്യവസ്ഥയെ കാണിക്കുന്ന ഇഫ് ക്ലോസ് പാസ്റ്റ് ടെൻസിലായിരിക്കും. മെയിൻ ക്ലോസിൽ വെർബിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കണ്ട ഓക്സിലറീസിൻ്റെ പാസ്റ്റ് ടെൻസുകളാണ് ഉപയോഗിക്കേണ്ടത്. വുഡോ കുഡോ മൈറ്റോ ഉപയോഗിക്കണം. വുഡ് ഓർ കുഡ് ഓർ മൈറ്റ് മസ്റ്റ് ബി യൂസ്ഡ് വിത്ത് ദി വെർബ് ഇൻ ദി മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസിൽ വെർബിൻ്റെ കൂടെ വുഡോ കുഡോ മൈറ്റോ ഉപയോഗിക്കണം. ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലായിരിക്കും. അൺലൈക്ലിയാണ്, സാധ്യതയില്ലാത്തതാണ്. ഇഫ് ഐ ന്യൂ ഹിസ് അഡ്രസ്, ബാക്കി മെയിൻ ക്ലോസ് എഴുതാൻ യു ആർ ആസ്ക്ഡ് ടു റൈറ്റ് ദി മെയിൻ ക്ലോസ്. യു ആർ ആസ്ക്ഡ് ടു ആഡ് എ മെയിൻ ക്ലോസ്. ഒരു മെയിൻ ക്ലോസ് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഇതേ തരുന്നുള്ളൂ. ഇഫ് യു ന്യൂ ഹിസ് അഡ്രസ്, അവൻ്റെ അഡ്രസ്സ് അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ അവനെ എഴുതിയനെ ആയിരുന്നു. ന്യൂ എന്ന് പറയുന്ന പാസ്റ്റൻസ് ആയതുകൊണ്ട് ഐ വിൽ റൈറ്റ് ടു ഹിം എന്ന് എഴുതാൻ പറ്റത്തില്ല. ഐ ക്യാൻ റൈറ്റ് ടു ഹിം എന്ന് എഴുതാൻ പറ്റത്തില്ല. പക്ഷേ ഐ വുഡ് റൈറ്റ് ടു ഹിം അല്ലെങ്കിൽ ഐ കുഡ് റൈറ്റ് ടു ഹിം എന്ന് എഴുതാം. ഇഫ് ഹി കെയിം ടു മീ, ഐ ക്യാൻ ഹെൽപ്പ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇഫ് ഹി കെയിം ആണ്, പാസ്റ്റൻസ് ആണ്. ഐ വുഡ് ഹെൽപ്പ് ഹിം. അപ്പോൾ മെയിൻ ക്ലോസ് നിങ്ങൾക്ക് ആയിരുന്നു ഐ കുഡ് ബൈ എ കാർ ഇഫ്. യു ഷുഡ് ആഡ് ദ റിമൈനിങ് പോർഷൻ, റിമൈനിങ് പാർട്ട് യു ഷുഡ് ആഡ്. ബാക്കിയുള്ള ഭാഗം നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യും? ഐ കുഡ് ബൈ എ കാർ ഇഫ് ഐ, പാസ്റ്റൻസിലായിരിക്കണമല്ലോ ഇഫ് ക്ലോസ്. അൺലൈക്ക്ലി ഇഫ് ഐ ഹാഡ് മണി എന്നെഴുതിക്കൂടെ? ദെൻ ഇഫ് ഹി വർക്ക്ഡ് ഹാർഡ്, മെയിൻ ക്ലോസ് എഴുതണം. അവൻ കഠിനമായിട്ട് അധ്വാനിച്ചിരുന്നെങ്കിൽ.
അധ്വാനിച്ചില്ല, കാര്യം നടന്നതുമില്ല, ഇംപ്രോബബിളാണ്, അൺലൈക്ലിയാണ്. അധ്വാനിച്ചിരുന്നു എങ്കിൽ ഹീ കുഡ് പാസ് ദി എക്സാമിനേഷൻ, അല്ലെങ്കിൽ ഹി വുഡ് സക്സീഡ് ഇൻ ലൈഫ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇഫ് മൈ ഫ്രണ്ട് അപ്രോച്ച്ഡ് മീ, പാസ്റ്റ് ടെൻസാണ്, മെയിൻ ക്ലോസ് എഴുതണം. ഞാൻ അവനെ സഹായിച്ചേനായിരുന്നു. ഐ വുഡ് ഹെൽപ്പ് ഹിം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഐ വുഡ് ഹെൽപ്പ് ഹിം, ഞാൻ അവനെ സഹായിച്ചേനായിരുന്നു. അപ്പോൾ ഇത് അൺലൈക്ലി കണ്ടീഷനാണ്. നമ്മൾ ഓർത്തിരിക്കാനുള്ള കാര്യം, കണ്ടീഷനെ കാണിക്കുന്ന ഈ വ്യവസ്ഥയെ കാണിക്കുന്ന ഇഫ് ക്ലോസ് പാസ്റ്റ് ടെൻസിലാണ്. മെയിൻ ക്ലോസിൽ വെർബിൻ്റെ കൂടെ വുഡോ ഗുഡോ മൈറ്റോ ഉപയോഗിക്കണം. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്തിരുന്നുവെങ്കിൽ ഐ വുഡ് ഗെറ്റ് വെറ്റ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് ഇംപ്രോബിളാണ്. ഇപ്പോൾ ഇംപ്രോബിളും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇമാജിനറിയാണ്. വിച്ച് ഉള്ളി ദാറ്റ് കണ്ടീഷൻ ഉള്ളി എക്സിസ്റ്റ് ഇൻ അവർ ഇമാജിനേഷൻ. ആ വ്യവസ്ഥയും ഫലമൊക്കെ നമ്മുടെ ഇമാജിനേഷനിൽ മാത്രം അടങ്ങിയിരിക്കുന്നു. അത് ഇമാജിനറിയാണ്. ആ ഇമാജിനറി കണ്ടീഷൻ്റെ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇമാജിനറി കണ്ടീഷൻ? ഇമാജിനറി കണ്ടീഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതിൽ കണ്ടീഷനെ കാണിക്കുന്ന ഇഫ് ക്ലോസ് എങ്ങനെയാണ്? കണ്ടീഷനെ കാണിക്കുന്ന ഇഫ് ക്ലോസിലെ വെർബ് എപ്പോഴും വേറെ ആയിരിക്കും. സബ്ജക്റ്റിന് സിംഗുലർ ആയാലും കൊള്ളാം, പ്ലൂറൽ ആയാലും കൊള്ളാം, WE അങ്ങനെ വേറെ ആയിരിക്കും എപ്പോഴും വെർബ്. ഇഫ് ഐ വെയർ എ ബേഡ്, ഇഫ് ഐ വെയർ യു, ഇഫ് ഐ വെയർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഇഫ് ഐ വെയർ എ മില്യണിയർ, എങ്ങനെ എല്ലാം വേറാണ്. എന്ത് വന്നാലും ഇഫ് ഷീ വെയർ യു, ഷീ വന്നു കഴിഞ്ഞാൽ വാസല്ലേ സാധാരണ വരണം, പക്ഷേ ഇവിടെ വേറെ വരുന്നത്. ഇഫ് ഷീ വെയർ യു, നിൻ്റെ സ്ഥാനത്ത് അവളായിരുന്നുവെങ്കിൽ. ഇതെല്ലാം ഇമാജിനേഷനിൽ മാത്രം കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇവയെ നമ്മളെങ്ങനെ ഇമാജിനറി കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ദറ്റ് ഈസ് വൈ വി കോൾ ദം ഇമാജിനറി കണ്ടീഷൻ. അപ്പോൾ ഇമാജിനറി കണ്ടീഷനിലെ ഇഫ് ക്ലോസിലെ വെർബ് എല്ലായ്പ്പോഴും WERE വേർ എന്ന് പറയുന്ന ഓക്സിലറി ആയിരിക്കും. വേറായിരിക്കും, വേറാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മെയിൻ ക്ലോസിൽ വെർബിൻ്റെ മുമ്പിൽ വുഡ് ഉപയോഗിക്കണം. വി ഷുഡ് യൂസ് വുഡ്. ഇഫ് ഐ വെയർ എ ബേഡ്, ഐ വുഡ് ഫ്ലൈ ഇൻ ദി എയർ. ഞാനൊരു പക്ഷിയായിരുന്നുവെങ്കിൽ അന്തരീക്ഷത്തിലൂടെ പറന്ന് നടക്കുമായിരുന്നു. ഇമാജിനറിയാണ്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, വി ക്യാൻ റെപ്രസെൻറ്റ് ദി ഇഫ് ക്ലോസ് വിത്തൗട്ട് ഇഫ്. ഇഫില്ലാതെ ഇഫ് ക്ലോസിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇഫ് അങ്ങ് അന്തർലീനമായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇഫ് ഐ വെയർ എ ബേഡ് എന്നുള്ളതിന് പകരമായി ഇഫിനെ അങ്ങ് ഒമിറ്റ് ചെയ്തിട്ട് ആ ഓക്സിലറി എടുത്ത് ആദ്യം ഇട്ടാലും മതി. ആ വേറിനെ എടുത്ത് ആദ്യം പ്രദർശിച്ചാൽ മതി. വേറെ എ ബേഡ്, ഇഫ് ഐ വെയർ എ ബേഡ് ഈസ് ഈക്വൽ ടു വേറെ എ ബേഡ്. ഇഫ് ഐ വെയർ എ ബേഡ് എന്നുള്ളതും വേറെ എ ബേഡ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ദർ ഈസ് നോ ഡിഫറൻസ്. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എ ബേഡ് എന്ന് തരും, മെയിൻ ക്ലോസ് എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതും? അടിവിൽ റൈറ്റ് ഐ വുഡ് ഫ്ലൈ ഇൻ ദി സ്കൈ എന്ന് എഴുതണം. ഇഫ് ഐ വെയർ എ ബേഡ് തന്നെയാണ് വേറെ എ ബേഡ്. ഇഫ് ഐ വെയർ എ മില്യണിയർ, എപ്പോഴും വേറെ വാസൊന്നുമില്ല അവിടെ. ഇഫ് ഐ വെയർ എ മില്യണിയർ, മെയിൻ ക്ലോസ് എഴുതണം ഐ വുഡ് ഹെൽപ്പ് ദി പുവർ. ആ ഇഫ് ഐ വെയർ എ മില്യണിയർ എന്നുള്ളതിനെ ഇഫ് ഇല്ലാതെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം വേറെ എ മില്യണിയർ, ഐ വുഡ് ഹെൽപ്പ് ദി പുവർ. ഇഫ് ഐ വെയർ ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അത് ഇഫ് ഇല്ലാതെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേറെ ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ വന്നാൽ നമ്മൾ മെയിൻ ക്ലോസ് എഴുതുന്നത് ഐ വുഡ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു ഇറാഡിക്കേറ്റ് പോവർട്ടി ഫ്രം അവർ കൺട്രി. ഐ വുഡ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു ഇറാഡിക്കേറ്റ് പോവർട്ടി ഫ്രം അവർ കൺട്രി. ഇഫ് ഐ വെയർ യു, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ, അത് ഇഫ് ഇല്ലാതെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് ദി ഇഫ് ക്ലോസ് വിത്തൗട്ട് ഇഫ്? വേറെ യു, ഇഫ് ഐ വെയർ യു തന്നെയാണ് വേറെ യു. ഐ വുഡ് നോട്ട് അക്സെപ്റ്റ് ദാറ്റ് ഇൻവിറ്റേഷൻ, ഞാൻ ആ ക്ഷണം സ്വീകരിക്കില്ല. ഐ വുഡ് നോട്ട് അക്സെപ്റ്റ് ദാറ്റ് ഇൻവിറ്റേഷൻ എന്ന്. അങ്ങനെയാണ് മെയിൻ ക്ലോസ് വരുന്നത്. ദീസ് ആർ ഇമാജിനറി conditions, imaginary things. And the last conditional clause is impossible condition or unreal condition. അസാധ്യമായ കണ്ടീഷൻ, സാധ്യതയില്ലാത്ത കണ്ടീഷൻ, ഇമ്പോസിബിൾ കണ്ടീഷൻ ഓർ അൺറിയൽ കണ്ടീഷൻ. അതെങ്ങനെയാണത്? നടക്കാൻ പറ്റില്ല, പിന്നെ നമ്മൾ ഒരു ആശ പറയുന്നു മാത്രം, നടന്നില്ല, നടക്കാനൊരു സാഹചര്യമില്ല. അതിന് കണ്ടീഷനെ കാണിക്കുന്ന ഇഫ് ക്ലോസ് വിൽ ഓൾവേസ് ബി ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓർക്കുന്നുണ്ടല്ലോ, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ്. ആ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും ഇഫ് ക്ലോസ്. നമ്മുടെ റിസൾട്ടിനെ കാണിക്കുന്ന മെയിൻ ക്ലാസിൻ്റെ ഫോർമേഷൻ സബ്ജക്റ്റ് പ്ലസ്
would could might plus have plus V3 form of the verb. അതായിരിക്കും മെയിൻ ക്ലോസിൻ്റെ ഫോർമേഷൻ. If clause is in past perfect tense, the formation of main clause is subject plus would or could or should or might plus V3 form of the verb. അതായിരിക്കും അവൻ കഠിനമായി അധ്വാനിച്ചിരുന്നെങ്കിൽ if he had worked hard. ഇനി വേറൊരു കാര്യം, ദിസ് if clause, ഈ കണ്ടീഷനെ കാണിക്കുന്ന if clause we can represent it without if. ഇഫ് ഇല്ലാതെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഫിനെ അങ്ങ് ഒമിറ്റ് ചെയ്തിട്ട് ഇഫിൻ്റെ സ്ഥാനത്ത് ആ ഓക്സിലറി അങ്ങ് പ്രദർശിച്ചാൽ മതി, ഹാഡിനെ ഇട്ടാൽ മതി. ഇഫ് ഹി ഹാഡ് വർക്ക്ഡ് ഹാഡ്, ഹാഡ് ഹി വർക്ക്ഡ് ഹാഡും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഹാഡ് ഹി വർക്ക്ഡ് ഹാഡെന്ന് കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കണം അത് എന്താണെന്നത്. ഇഫ് ക്ലോസ് ആണ്, ഇഫ് ഹി ഹാഡ് വർക്ക്ഡ് ഹാഡെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കഠിനമായി അധ്വാനിച്ചിരുന്നുവെങ്കിൽ he could have passed the examination. If I had money. ഈ ഹാഡിൻ്റെ റെപ്പറ്റീഷൻ അല്ല. ആദ്യത്തെ ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി, രണ്ടാമത്തെ ഹാഡ് എന്ന് പറയുന്ന മെയിൻ വെർബ് ഉണ്ടായിരുന്നു എങ്കിൽ, പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ഹാഡ് അടുത്ത് വന്നത്. സം പീപ്പിൾ വിൽ മിസ്റ്റേക്ക് ടു ബി ആൻ എറർ. അങ്ങനെ എററല്ല, അങ്ങനെ രണ്ട് അടുത്തടുത്ത് വന്നതിൻ്റെ കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു. ഇഫ് ഐ ഹാഡ് മണി, ഞാനൊരു കാർ വാങ്ങിയനെ ആയിരുന്നു. ഐ കുഡ് ഹാവ് ബോട്ട്, ബൈഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബോട്ട്, ഐ കുഡ് ഹാവ് ബോട്ട്, അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ബോട്ട് എ കാർ, ഐ ഷുഡ് ഹാവ് ബോട്ട് എ കാർ. ഒരു കാർ വാങ്ങാൻ കഴിയുമായിരുന്നു, കാർ വാങ്ങിയനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഹാഡ് ഐ നോൺ ദാറ്റ് യു വെയർ കമ്മിങ്, അതാണ് ഹാഡ് ഐ നോൺ ദാറ്റ് യു വെയർ കമ്മിങ് ആണ്. ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് യു വെയർ കമ്മിങ്, ഐ വുഡ് ഹാവ് വെയിറ്റഡ് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിന്നേനെയായിരുന്നു. ഹാഡ് ഐ നോൺ ദാറ്റ് വി ഹാഡ് ക്ലാസ് the other day, I would certainly have come, ഞാൻ വന്നേനെയായിരുന്നു. If he had invited me to the party, അതാണ് had he invited me to the party, I would have attended, I could have attended. രണ്ടും വരാം, I would have attended it or I could have attended it. അപ്പോൾ ഇത് ഇമ്പോസിബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ അൺറിയൽ കണ്ടീഷൻ. ഇങ്ങനെ there are 4 types of conditional clauses. ഈ 4 ക്ലോസുകൾ മനസ്സിലാക്കണം. ഇഫ് ക്ലോസ് ആണ് തരുന്നതെങ്കിൽ മെയിൻ ക്ലോസ് എഴുതാൻ പറഞ്ഞാൽ എഴുതണം. അല്ല, മെയിൻ ക്ലോസാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്താണ് അതിൻ്റെ എങ്ങനെന്താ വന്നിരിക്കുന്നത്, പിന്നെ ഓക്സിലറീസ് ഏതാ വന്നിരിക്കുന്നത്, എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് വി ഷുഡ് റൈറ്റ് ദി ഇഫ് ക്ലോസ്. ഇറ്റ് ഈസ് ക്വൈറ്റ് സില്ലി. ഇഫ് എ ലിറ്റിൽ ബിറ്റ് അറ്റൻഷൻ വിൽ മേക്ക് us understand these clauses, studies these things, and we are meeting soon with another important item. Till then, goodbye.